നമസ്കാരം. ആരാൻ്റെ കുഞ്ഞിൻ്റെ തന്തയാവുക എന്ന പ്രയോഗം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ അത്തരത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. ആ രീതിയിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അങ്ങനെയൊരു തീരുമാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ പദപ്രയോഗവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളാണ് വന്നത്. പ്രധാനമായും ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ഉണ്ടായത് ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന മറ്റ് പാർട്ടികളൊന്നും തന്നെ അത്തരത്തിലൊരു രൂക്ഷമായ പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അണികളുമൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും ഇന്ദിരാഗാന്ധിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയായിരുന്നെങ്കിൽ അമേരിക്ക പറഞ്ഞത് കേൾക്കില്ലായിരുന്നു, പണ്ട് അങ്ങനെയൊരു 1971 അങ്ങനെയൊരു ചരിത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം KC വേണുഗോപാൽ അടക്കം മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അത്തരത്തിലാണ് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയാണ്, ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഇടപാടും ഈ അമേരിക്ക നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്ന കോൺഗ്രസ്സുകാർ ഇനി എന്ത് പറയും എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ചർച്ചകളും മറ്റും ഇപ്പോൾ സജീവമായി നടക്കുകയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു മൂന്നാം കക്ഷി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ പ്രശ്ന പരിഹാരത്തിൽ ഒരു മൂന്നാം കക്ഷിക്ക് സ്ഥാനമില്ല എന്ന് എന്നും ഇന്ത്യ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടുമായിട്ട് തന്നെയാണ് പുതിയ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരും മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ഇത്തരത്തിൽ, അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നത് കേട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സർക്കാരിനെയും മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ വിമർശിച്ചത് എന്തിനായിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെയാണോ തങ്ങൾക്ക് വിശ്വാസം, അതോ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയാണോ എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരാൻ്റെ കുഞ്ഞിനെ അച്ഛനാവാനുള്ളൊരു നീക്കമായിരുന്നു ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ആ നീക്കമാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ പൊളിച്ചിരിക്കുന്നത്.